നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. അപ്രതീക്ഷിത മഴ വിറങ്ങലിച്ച് കണ്ണൂർ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി, മതിലിടിഞ്ഞും മരം മുറിഞ്ഞും അപകടം. കുറുവയിൽ ദുരന്തം വഴിമാറിയത് തലനാരിഴക്ക്. മഴ ഇനിയും കനക്കും. പയ്യാവൂരിൽ അരുങ്കൊല. ദമ്പതികൾക്ക് വെട്ടേറ്റു. ഭർത്താവ് മരിച്ചു, ഭാര്യ ഗുരുതരാവസ്ഥയിൽ. നിതീഷിന്റെ ശരീരത്തിൽ നിരവധി മുറിവ്. കൊലക്ക് കാരണം അജ്ഞാതം. വെൽഫെയർ പാർട്ടി സഹോദര്യ കേരള പദയാത്ര. സ്വീകരണ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. 27 കണ്ണൂർ യാത്ര സിറ്റിയിൽ സമാപിക്കും. ഗൃഹസന്ദർശനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ കനത്ത മഴ. പടന്നത്തോട്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പയ്യാമ്പലം കടലിൽ അഴിമുറിച്ചു. തലശ്ശേരി ടൗൺ വെള്ളത്തിൽ. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി പെയ്ത ശക്തമായ മഴയിൽ ജില്ലയിൽ പലയിടത്തും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്താത്തതും ഓടകൾ അടഞ്ഞതുമാണ് സ്ഥിതി രൂക്ഷമാക്കിയത്. കാറ്റിൽ പലയിടത്തും മരങ്ങൾ പൊട്ടി വീണും മതിലിടിഞ്ഞു വീണും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിലെ പടന്നത്തോട്ടിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പയ്യാമ്പലം കടലിൽ അഴിമുറിക്കൽ പ്രവൃത്തി നടത്തി. കടലിൽ പുലിമുട്ട് കെട്ടിയതിനാൽ പടന്നത്തോട്ടിലെ വെള്ളം ഒഴുകാതെ കെട്ടിക്കിടന്നതാണ് വെള്ളക്കെട്ടിന് ഇടയാക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച പകൽ ഒരേ സമയം 20 തൊഴിലാളികളെ ഉപയോഗിച്ചാണ് അഴിമുറിക്കൽ പ്രവൃത്തി പൂർത്തിയാക്കിയത്. കോർപ്പറേഷൻ കുറുവ ഡിവിഷൻ ശക്തമായ മഴയിൽ മതിൽ തകർന്ന് 2 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുമുണ്ട്. മേയർ മുസ്ലിം മഠത്തിൽ സ്ഥലം സന്ദർശിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ്, കുയ്യാലി എന്നിവിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കുറുവ തയ്യൽക്കാവിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞ് 2 വീടുകൾക്ക് കേടുപാടുകൾ. ജാസ്മിൻ, ഉഷാജ് എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. ഭൂമി കുലുക്കം പോലെയാണ് തോന്നിയതെന്നും ഉഗ്രശബ്ദം ഉണ്ടായതായും വീട്ടുകാർ പറഞ്ഞു. സമീപത്ത് ആൾക്കാർ ഇല്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ്. രാത്രി മുതൽ പ്രദേശത്ത് കനത്ത മഴ പെയ്യുന്നതിനിടെയാണ് സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് കെട്ടിയുയർത്തിയ മതിൽ തകർന്നു വീണത്. രാവിലെ 7 മണിയോടെ വൻ ശബ്ദത്തോടെയാണ് 2 വീടുകൾക്ക് മുകളിൽ മതിൽ പതിച്ചത്. ഈ 2 വീടുകൾക്കും കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ജാസ്മിൻ ഹൌസിലെ ജാസ്മിന്റെ ഉടമസ്ഥതയിലുള്ള വീടിനും ബൈത്തുൽ ജയനാസ് ഹൌസിൽ ടി ഉഷാജിന്റെ ഉടമസ്ഥതയിലുള്ള വീടുമാണ് ഭാഗികമായി തകർന്നത്. ഉഷാജ് മത്സ്യത്തൊഴിലാളിയാണ്. 2 വീടിന്റെയും 1-ാം നിലയോളം വരുന്ന ഉയരത്തിലാണ് മതിൽ കെട്ടി ഉയർത്തിയത്. ഇടിവെട്ടിയതുപോലുള്ള ശബ്ദം കേട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തകർന്നു കിടക്കുന്ന മതിലും വീടിന്റെ ചുവരുകളുമാണ് കാണാൻ കഴിഞ്ഞതെന്ന് 2 വീട്ടുകാരും പറഞ്ഞു. രാവിലെ എത്ര മണിക്കാണ് സംഭവിച്ചത്? ഇത് പുലർച്ചെ 7 മണിയായി. 7 മണിക്കാണ് ഇത് തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഭയങ്കര സൗണ്ടാന്ന് കേട്ടത്, ഒച്ചയെന്ന് വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇടിയെടുത്തത് എന്നാണ്. മഴ പെയ്യുന്നതല്ലേ, ഇടിയും ചൊല്ലിയിട്ട് മോനുണ്ടായിട്ടില്ലേനും മോൻ പുറത്ത് പോയിന്. കുഞ്ഞുമോനാന്ന്. മോൻ ഫുട്ബോൾ ടീമിന് പോയാലോ ഇവൻ പോട്ടേന്ന് വെച്ചിട്ട് കീനാ പാടാ സംഭവം. അന്ന് ഞാൻ പറഞ്ഞ് ഫോൺ എടുത്ത് ചോദിച്ചു മോനെ നീയാടുള്ള ഇടിയെല്ലാം എടുക്കുന്നത്. അന്നേരം മോൻ പറഞ്ഞു ഉമ്മ ഇടിയൊന്നും എടുക്കുന്നില്ല, ഉമ്മക്ക് അത് തോന്നിപ്പോയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു ഇല്ല മോനെ, ഭൂമിൻ്റെ അടിയിൽ നിന്ന് പൊട്ടുന്ന പോലത്തെ ഒച്ചടിച്ച് എന്താ തോന്നാനുള്ളത്. മോനെ ഇല്ല ഉമ്മ പിന്നെ ഇടി എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടി എടുക്കുന്നതെന്ന് അറിയാം, ഇടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വെറുതെ വന്നിട്ട് പുറത്ത് വാതിൽ തുറന്നു നോക്കുമ്പോൾ സംഭവം കാണുന്നത് മൊത്തത്തിൽ ഇങ്ങനെ ഇടിഞ്ഞ് വീണിട്ട്. അന്നേരം അപ്പുറത്തുനിന്ന് അവള് കരഞ്ഞോണ്ടുണ്ട് ഓടി വരുന്നത്. ജാസ്മിൻ കരഞ്ഞോണ്ട് ഓടിയിട്ട് പറഞ്ഞു റസീന നമ്മളെ വീടാന്ന് പോയത് മൊത്തത്തിൽ അങ്ങനെ ഇതായിട്ടാണ്. എന്നറിയാന്ന് ഞാൻ പുറത്തേക്ക് നോക്കുന്നത് സംഭവം. അശാസ്ത്രീയമായ രീതിയിൽ മതിൽ കെട്ടി ഉയർത്തിയതാണ് അപകടത്തിന് കാരണമെന്ന് വീട്ടുകാർ പറയുന്നു. പിന്നെ നമ്മളിത് ആദ്യം കിടങ്ങ് കെട്ടാൻ മുന്നിലേ നമ്മൾ ശരിയായിട്ടൊന്ന് കെട്ടി തരണേന്ന്. പക്ഷേ അയാളൊന്നും കൂട്ടാക്കിയിട്ടില്ല. മണ്ണിൻ്റെ മുകളിലാണ് ഇത് കല്ല് പൊന്തിച്ച് കിടങ്ങ് കെട്ടി പൊന്തിയത്. അന്നേരം നമ്മൾ അയാളെല്ലാം നിസ്സാരമാക്കല്ലെന്ന്. അയാളൊന്നും പറഞ്ഞാലൊന്നും കൂട്ടാക്കൂല, എല്ലാം നിസ്സാരമാണ്. എന്നിട്ടും വെള്ളം ഇറങ്ങിയിട്ട് എന്നിട്ടും വീണ്ടും വരുന്നുണ്ട്. വെള്ളം മഴവെള്ളം തേച്ച് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ പറഞ്ഞു ഒന്ന് ശരിയാക്കിയത് മഴവെള്ളം തേച്ച് വീട്ടിനാന്ന് വരുന്നത്. എന്നിട്ടും കൂട്ടാക്കിയിട്ടില്ല. എല്ലാ വീഡിയോസും അയാൾക്ക് അയച്ചു കൊടുത്തു. അയാൾ ഫോണിലെല്ലാം കാണാം, അയാളെല്ലാം അയച്ചു കൊടുക്കലുണ്ട്. അയാളെല്ലാം നിസ്സാരാക്കിയിട്ട് വിടലാന്ന്. പിന്നെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഫുൾ വെള്ളം എങ്ങനത്തെ വെള്ളം ഫുൾ ഇറങ്ങി മേലത്തെ റോഡിലെ വെള്ളം തേച്ച് ഫുൾ ഇറങ്ങിയിട്ട് വരുന്നു. ഒരു കൂട്ടാക്കി അതാണ് ഇങ്ങനെ സംഭവിച്ചത്. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലും വാർഡ് കൗൺസിലർ മിനി കെ മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. 7 മണിക്കായിരുന്നു ഇവർ സംഭവിച്ചെന്ന് പറഞ്ഞത്. പക്ഷെ എന്നെ അറിയിച്ചത് ഒരു 8 മണിയായിന്. അപ്പോൾ 8 മണിക്കാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ ആദ്യം പറഞ്ഞതിന്. എന്നിട്ട് അതിന് ശേഷം അവർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 8:15 ഇവിടെ എത്തിയതിന് ശേഷം ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു ശബ്ദം ഉണ്ടായിന്. ആ ശബ്ദം കേട്ടപ്പോൾ ഇവർ 2 വീട്ടുകാരും പുറത്തേക്ക് ഇറങ്ങിന്. ചുറ്റുപാടുള്ളവരും അങ്ങനെ തന്നെ പറഞ്ഞു, നല്ല ഭൂകമ്പത്തിൻ്റെ ഒരു ശബ്ദമാണ്.
അപ്പോൾ ഇതാണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇങ്ങനെ മതിൽ പൊളിഞ്ഞ് വീണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ ഇത് കണ്ടപ്പം വലിയ ഭീകരതയായിട്ട് തോന്നി. അപ്പോൾ അതിന് ശേഷം മേയറയും ഒക്കെ ഇവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മേയറെല്ലാം അതിന് ശേഷം അന്നത്തെ പിന്നെ തഹസിൽദാർ പറഞ്ഞത് പ്രകാരം തഹസിൽദാറെ അറിയിച്ചിന്. വില്ലേജ് ഓഫീസറും അതുപോലെ നമ്മളെ സോണൽ എഞ്ചിനീയറും ആൾക്കാരെല്ലാം വന്ന് അതിൻ്റെ കണക്കെല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കനത്ത മഴയിൽ എടക്കാട് കുറ്റിക്കകത്തും മതിലിടിഞ്ഞു വീണു. നാറാത്ത് പള്ളിക്ക് സമീപം മതിലിടിഞ്ഞു വീണ് വീടിന് നാശനഷ്ടം. അബ്ദുൽ ജലീലിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. വീടിന്റെ ഭിത്തി പല സ്ഥലങ്ങളിലും ഇളകിയിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അപ്രതീക്ഷിതമായാണ് ജില്ലയിൽ ഇന്നലെ ഉച്ച മുതൽ മഴ തുടങ്ങിയത്. ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയായിരുന്നു പലയിടങ്ങളിലും പെയ്തത്. ഒറ്റ മഴയിൽ തന്നെ പല റോഡുകളും നിറഞ്ഞ അവസ്ഥയും ഉണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് നിറഞ്ഞത് അപകടത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഉച്ച മുതൽ തുടങ്ങിയ മഴ നിർത്താതെ രാത്രിയിലും പെയ്തിരുന്നു. ഈ കനത്ത മഴയിലാണ് കുറ്റിക്കകത്ത് വീടിന്റെ പിറകുവശത്തുള്ള മതിൽ തകർന്നു വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ കിണറിന്റെ ചുറ്റുമതിലിനും ചുവരിലും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. കിണറിന്റെ ഒരു വശത്തെ ആൾമറ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. വീടിനകത്ത് പലയിടത്തും ചുവരുകൾക്ക് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ഭിത്തി ഇളകിയ അവസ്ഥയിലുമാണുള്ളത്. അപ്രതീക്ഷിതമായി എത്തിയ അപകടത്തിൽ വീട്ടുകാർക്ക് പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. എന്നിരുന്നാലും ഭീതിയോടെയാണ് വീട്ടുകാർ കഴിയുന്നത്. കോർപ്പറേഷൻ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. അഴീക്കോട് മയിലാടത്തടം വണ്ണാരത്ത് കാവിന് പിൻവശം മതിലിടിഞ്ഞ് ക്ഷേത്രമുറ്റത്തേക്ക് വീണു. സ്വകാര്യ വ്യക്തിയുടെ മതിലാണ് ഇടിഞ്ഞത്. പുതിയതൊരു കാഞ്ഞിരത്തറയിലും മതിലിടിഞ്ഞ് അപകടം നടന്നിട്ടുണ്ട്. അബൂബക്കറിന്റെ വീട്ടുമതിലിടിഞ്ഞാണ് വഴി തടസ്സപ്പെട്ടത്. ജില്ലയിലുടനീളം മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ നിലവിലെ 11-ാം വാർഡിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇത് അടുത്ത കാലത്തായി വഴി നിർമ്മിക്കുന്നതിന് വേണ്ടി കെട്ടിപ്പൊക്കിയ മതിലാണ്. കാലവർഷക്കെട്ട് മൂലം ഇടിഞ്ഞു വീഴുകയും അതുമൂലം തൊട്ടടുത്ത വീട്ടിൻ്റെ മതിൽ കൂടി ഇടിഞ്ഞ് അവർക്ക് കൂടി നഷ്ടമുണ്ടായിരിക്കുകയും ചെയ്യുക. ഈ കാലവർഷക്കെടുതി മൂലം വീഴുമ്പോൾ തന്നെ ഈ മതിൽ നിർമ്മാണത്തിൻ്റെ അശാസ്ത്രീയത കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും ഉയരത്തിൽ കെട്ടിപ്പൊക്കുമ്പോൾ അതിന് കോൺക്രീറ്റ് ബെൽറ്റ് പില്ലർ ഒന്നും സ്ഥാപിക്കാതെ കല്ലുവെച്ച് കെട്ടിയതാണ് ഈ ഒരു മഴയിൽ തന്നെ ഇടിഞ്ഞു വീഴാൻ കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ കാലവർഷ കെടുതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അതികളുടെ ഭാഗത്തു നിന്ന് അതിനുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആവശ്യം. ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക് ലാബിന്റെ ഉദ്ഘാടനവും USS വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. മാറ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ കൊച്ചു കേരളവും ലോകത്തോടൊപ്പം ഉയരാൻ കഴിയത്തക്ക നിലയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം റോബോട്ടിക് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് നമുക്ക് ഇതിൽ കാണേണ്ടത്. മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വസ്തുവിനെ ഉപയോഗിച്ചുകൊണ്ട്, ഉദാഹരണത്തിന് നമ്മളൊരു ബൾബ് പോയ ഫീസായ ബൾബ് അവിടെ ഇടണമെങ്കിൽ നമ്മൾ പോകേണ്ടതില്ല. യന്ത്രം ആ ബൾബ് ഇടുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ആധുനിക രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഈ റോബോട്ടിക്കിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മനുഷ്യന് ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയത്തക്ക നിലയിലുള്ള ഒരു മാറ്റമാണ് ലോകത്തോടൊപ്പം ഈ കൊച്ചു കേരളവും മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സുരേഷൻ അധ്യക്ഷത വഹിച്ചു. മലബാർ എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി വത്സൻ മഠത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് K. സുനിൽകുമാർ, ശ്രീജ മഠത്തിൽ, റീന കുമാരി TP, റഷീദ CP, ദിനേശ് ബാബു V, രേഖ V, സുധീർ KP എന്നിവർ സംസാരിച്ചു. K. പ്രകാശൻ സ്വാഗതവും CR റീന നന്ദിയും പ്രകാശിപ്പിച്ചു. ഇനിയൊരു ഇടവേളക്ക് മുൻപായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. അപ്രതീക്ഷിത മഴ വിറങ്ങലിച്ച് കണ്ണൂർ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മതിലിടിഞ്ഞും മരം മുറിഞ്ഞും അപകടം. കുറുവയിൽ ദുരന്തം വഴിമാറിയത് തലനാരിഴക്ക്. മഴ ഇനിയും കനക്കും. പയ്യാവൂരിൽ അരുങ്കൊല. ദമ്പതികൾക്ക് വെട്ടേറ്റു. ഭർത്താവ് മരിച്ചു. ഭാര്യ ഗുരുതരാവസ്ഥയിൽ. നിതീഷിന്റെ ശരീരത്തിൽ നിരവധി മുറിവ്. കൊലക്ക് കാരണം അജ്ഞാതം.
വെൽഫെയർ പാർട്ടി സഹോദര്യ കേരള പദയാത്ര സ്വീകരണ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. 27 കണ്ണൂർ യാത്ര സിറ്റിയിൽ സമാപിക്കും. ഗൃഹസന്ദർശനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വീണ്ടും വാർത്തയിലേക്ക്. പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലിയിൽ വീട്ടിൽ കയറി യുവാവിനെ വെട്ടിക്കൊന്നു. ഭാര്യയുടെ കൺമുന്നിലായിരുന്നു കൊല. കാഞ്ഞിരക്കൊല്ലി സ്വദേശി നിതീഷാണ് കൊല്ലപ്പെട്ടത്. അജ്ഞാതരായ 2 പേർ എത്തിയായിരുന്നു കൊലപാതകം നടത്തിയത്. തടയാൻ ശ്രമിച്ച നിതീഷിന്റെ ഭാര്യ ശ്രുതിക്കും പരിക്കുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലിയിലാണ് ബൈക്കിലെത്തിയ അജ്ഞാത സംഘം ദമ്പതികളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. അതീവ ഗുരുതരമായി വെട്ടേറ്റ ഭർത്താവ് തൽക്ഷണം മരിച്ചു. ഭാര്യയുടെ നില ഗുരുതരമാണ്. കാഞ്ഞിരക്കൊല്ലി മടത്തേടത്ത് വീട്ടിൽ ബാബുവിന്റെ മകൻ നിതീഷ്, ഭാര്യ ശ്രുതി എന്നിവരെയാണ് വെട്ടിയത്. ശ്രുതിയെ ഗുരുതരാവസ്ഥയിൽ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെ 12:45 സംഭവം നടന്നത്. നിതീഷിന്റെ ദേഹത്ത് നിരവധി വെട്ടുകളേറ്റിട്ടുണ്ട്. കൊല്ലാനായി തന്നെയാണ് പ്രതികൾ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. പയ്യാവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. കാസർഗോഡ് മെയ് 21 നടക്കുന്ന കമ്പപ്പോര് സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി മത്സരത്തിൽ പങ്കെടുക്കുന്ന കണ്ണൂർ പ്രസ് ക്ലബ്ബ് ടീമിന്റെ ജേഴ്സി പ്രകാശനം നടന്നു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു പ്രകാശന കർമ്മം നിർവഹിച്ചു. വടംവലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിവിൽ സർവീസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓണപരിപാടിയുടെ ഒക്കെ ഭാഗമായിട്ട് വടംവലി മത്സരങ്ങളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കളക്ടറേറ്റിൽ വെച്ച വടംവലി മത്സരത്തിൽ വിജയിയായിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വടംവലിയായിട്ട് അതിൻ്റെ ഒരു ടെക്നിക്കും അതിൻ്റെ ഒരു മറ്റ് സാങ്കേതിക വശങ്ങളും അതിലെ ഏറ്റവും പ്രഗത്ഭരുടെ അടുത്തു നിന്ന് ചോദിച്ച് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ നമ്മൾ ഓഫീസിനകത്ത് വെച്ച് വടംവലിയെ പറ്റി സംസാരിക്കുന്ന സമയത്ത് സുനിലേട്ടോയിട്ട് പറയുകയുണ്ടായി, നമ്മൾ ഈ പറയുന്ന ഒരു ആംഗിളിലാണ് ഈ കാര്യം. നമ്മൾ വലിക്കുന്ന ആളുടെ പവറിലോ അല്ലെങ്കിൽ തടിപിടിക്കലോ അല്ല വടംവലി വിജയിക്കുന്നത് ഒരാൾ. അതൊരു ടീം വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒരേ ഒറ്റ വരിയിൽ അവരുടെ പവറിനെ എല്ലാം ഏകോപിപ്പിക്കുമ്പോഴാണ് അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സായി മാറുന്നത്. അല്ലെങ്കിൽ അതൊരു ടഫ് പ്രോസസ്സാണ്. കോച്ച് കെ പ്രതീഷ്, പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രശാന്തൻ പുത്തലത്ത് എന്നിവർ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷനായി. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, ഷമീർ ഊർപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.
തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വർഷം SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTA ആഭിമുഖ്യത്തിൽ തോട്ടട ബസാറിൽ വെച്ച് അനുമോദിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് ഉപഹാരങ്ങളും സമ്മാനിച്ചു. ഫുൾ A+ ലഭിച്ച 11 കുട്ടികളെയും 9 A+ ലഭിച്ച 3 കുട്ടികളെയുമാണ് അനുമോദിച്ചത്. കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായും സമൂഹത്തിൽ നമുക്ക് ഉന്നതമായ വിജയം നേടാൻ സാധിക്കും. ഇവിടെ ഒരുപാട് സാധ്യതകൾ, സമൂഹത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. കേവലം ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒരു IAS മാത്രമല്ല, ഒരുപാട് സാധ്യതകൾ. ആ സാധ്യതകളെ മുതലെടുത്ത് കൊണ്ടുപോകാനാവണം. അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഇന്ന് ഈ സമൂഹത്തിൽ ലഭ്യമാണ്. വിവിധ സംഘടനകൾ, വിവിധ സംവിധാനങ്ങൾ ഒക്കെ ഇന്ന് കരിയർ ഗൈഡൻസ് ക്ലാസ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാനും നിങ്ങൾ അനുമോദിക്കാനും ഒക്കെ ഇവിടെ മത്സരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ചവർ അവരൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉന്നത ശ്രേണിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ രീതിയിൽ ഇത്രമാത്രം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ഉന്നത ശ്രേണിയിൽ എത്താൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിത പരാജയമായി മാറും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമ്മുടെ കരിയർ വളരെ കൃത്യമായി തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി സമൂഹത്തിലെ ഗുണപരമായ രീതിയിൽ ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ വർദ്ധിക്കാൻ ആകണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്. ചടങ്ങിനെ സ്കൂൾ PTA പ്രസിഡന്റ് ബിജു രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് TO മോഹനൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിന് മുൻ HM മുഹമ്മദ് അഷ്റഫ് AK, സ്കൂൾ വികസന സമിതി വർക്കിംഗ് കൺവീനർ K രവീന്ദ്രൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KV രവീന്ദ്രൻ എന്നിവർ ആശംസ പ്രസംഗം നടത്തി. ഉന്നത വിജയം നേടിയ സ്കൂൾ ലീഡർ കൂടിയായ നവസൂര്യ സംസാരിച്ചു. കുട്ടികൾക്ക് മാനസിക പിരിമുറുക്കം ഇല്ലാതെ ശാന്തമായ അന്തരീക്ഷത്തിലുള്ള പഠന സൗകര്യം, ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, വിശാലമായ റഫറൻസ് ലൈബ്രറികൾ, ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടർ സയൻസ് ലാബുകൾ, കൂടാതെ മികച്ച അധ്യാപകരുടെ സേവനം, ഇതൊക്കെയും തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ മറ്റ് വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. കലാശാസ്ത്ര മേളകൾക്കായി മികച്ച പരിശീലനം, ഫുട്ബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട് എന്നിവയ്ക്കുള്ള സൗകര്യങ്ങളും തോട്ടട ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് റസാഖ് പലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയെ സ്വീകരിക്കാനുള്ള ജില്ലയിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നാടിന്റെ നന്മക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യവുമായി ഏപ്രിൽ 19 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച പദയാത്ര സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി മെയ് 31 കോഴിക്കോട് സമാപിക്കും. മെയ് 24 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിലായാണ് ജില്ലയിലെ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂരിലെ പരിപാടി 27 വൈകുന്നേരം 4 മണിക്ക് തെക്കി ബസാറിൽ നിന്ന് ആരംഭിച്ച് സിറ്റിയിൽ സമാപിക്കും. കേരളത്തിനകത്ത് നന്മ ആഗ്രഹിക്കുന്ന സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രമുഖർ, വ്യത്യസ്ത തൊഴിലുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾ, വിവിധ സാമുദായിക മത ജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന വലിയൊരു കൂട്ടം ആളുകൾ യാത്രയിലുടനീളം റസാഖ് പലേരിയെ അഭിവാദ്യം ചെയ്യുവാൻ എത്തിച്ചേരുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയും ചെയ്യുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നുള്ളത് കേരളീയ നവോത്ഥാനം രൂപപ്പെട്ടിട്ടുള്ളത് ഈ നിലയിൽ വിവിധ മത സാമുദായിക സാംസ്കാരിക നായകന്മാർ ഒരുമിച്ചുകൊണ്ടാണ്. മമ്പുറം തങ്ങന്മാരും അയ്യങ്കാളിയും പൊയ്കയിലപ്പച്ചനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ, ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ആളുകൾ ഉഴുതുമറിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ കേരളീയ നവോത്ഥാനത്തെ അങ്ങനെ വീണ്ടും തിരിച്ചുപിടിക്കണം സാഹോദര്യ രാഷ്ട്രീയത്തിലൂടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണ് വിവിധ മേഖലയിലുള്ള ആളുകൾ ഈ യാത്രയുടെ കൂടെ ചേരുന്നുള്ളത്. കണ്ണൂർ ജില്ലയിലും എല്ലാ മണ്ഡലങ്ങളിലും ആ നിലയിൽ വലിയ സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളും മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരും വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ആളുകളും ഈ യാത്രയിൽ ഉണ്ടാവും. 24 കൂത്തുപറമ്പ് പാനൂരിൽ നിന്നാണ് പദയാത്ര ആരംഭിക്കുക. രാവിലെയും വൈകുന്നേരവുമായി ദിവസവും 10 മുതൽ 15 കിലോമീറ്റർ ദൂരമാണ് പദയാത്ര നടത്തുന്നത്. വിവിധ സാമൂഹിക ജനവിഭാഗങ്ങളിലെ നേതാക്കൾ, ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികൾ, ജനകീയ സമര നേതാക്കൾ എന്നിവരുമായുള്ള കൂടിക്കാഴ്ച, നവോത്ഥാന ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശങ്ങളിലെ സന്ദർശനം, തെരുവു നാടകം, വിവിധ കലാവിഷ്കാരങ്ങൾ തുടങ്ങി വ്യത്യസ്ത പരിപാടികൾ യാത്രയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്.
ജില്ലയിലെ മാധ്യമപ്രവർത്തകരുമായി സംസ്ഥാന പ്രസിഡന്റ് സംവദിക്കുകയും ചെയ്യും. പരിപാടിയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ നേതാക്കൾ നേതൃത്വം നൽകുന്ന പദയാത്രകൾ, ഗൃഹസമ്പർക്ക പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നതായും മണ്ഡലങ്ങളിൽ വിപുലമായ സംഘാടക സമിതി കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ടെന്നും യാത്രയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഫൈസൽ മാടായി, CK മുനവീർ, ട്രഷറർ ഫിറോസ് സജ്ജാദ്, വൈസ് പ്രസിഡന്റുമാരായ പള്ളിപ്രം പ്രസന്നൻ, ജാബിദ TP എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഗാനരചയിതാവ് P. ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ആരംഭിച്ച പ്രതിമാസ പ്രഭാഷണ പരമ്പര കണ്ണീരും സ്വപ്നങ്ങളും സമാപിച്ചു. വൈകിട്ട് 3 മണിക്ക് ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന സമ്മേളനം ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. ടെലിവിഷനോ മറ്റ് മാധ്യമങ്ങളോ ഇല്ലാത്ത കാലത്തെ റേഡിയോ മാത്രമായിരുന്നു ജനങ്ങൾക്ക് ആശ്രയം. ആ കാലത്ത് തന്റെ പാട്ടുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് ആകാശവാണിയാണ്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടന വേളയിൽ പറഞ്ഞു. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പരിഭവം കാണിക്കുന്നതല്ല. അതുകൊണ്ട് പിന്നെ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടുകൾ ഹിറ്റായിക്കഴിഞ്ഞ് ആകാശവാണി 10 പ്രാവശ്യം ചോദിച്ചാൽ ഒരു പാട്ട് ഞാൻ കൊടുക്കും. അതൊന്നും പറ്റില്ല. കാരണം അത് എന്തായാലും റിയാക്ഷൻ വേണമല്ലോ. അപ്പം അതുകൊണ്ട് ഒരു 10 പ്രാവശ്യം അവൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ 1 പ്രാവശ്യം പാട്ട് കൊടുക്കും. അങ്ങനെ ആണ് ഞാൻ പ്രതികാരം ചെയ്തത്. എന്നാലും എനിക്ക് ആകാശത്ത് കടപ്പാട്ട്. കാരണം എൻ്റെ ഈ പാട്ടുകളെല്ലാം ആകാശവാണിയുടെ ജനങ്ങൾ കേട്ടത്. അന്ന് ചാനലുകളില്ല, ടെലിവിഷൻ ഇല്ല. എൻ്റെ പാട്ടുകളെല്ലാം കേട്ട റേഡിയോയിലൂടെയാണ് ആകാശവാണി എൻ്റെ പാട്ടുകൾ ജനങ്ങൾ എത്തിച്ചത്. അത് വലിയ കടപ്പാട്. അപ്പം ഇതിൻ്റെ ഈ എൻ്റെ ഗുരുനാഥന് ഇങ്ങനൊരു അംഗീകാരം നൽകി, അദ്ദേഹത്തിന് അറിയിക്കുന്ന സ്ഥാനം നൽകിയ ഈ ലൈബ്രറിക്ക് എൻ്റെ ഒരു വലിയ ദക്ഷിണ ഞാൻ കൊടുക്കുന്നു. ഞാൻ എനിക്ക് എഴുതാനും പുസ്തകങ്ങൾ ഈ ലൈബ്രറിക്ക് അറിയാത്ത ഭാഷയിലെന്തോ കുളിരളകങ്ങളെന്നോട് ചൊല്ലി പിന്നൊരു പാട്ട്. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ. ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കണ്ണീരും സ്വപ്നങ്ങളും പരിപാടിയിൽ P. ഭാസ്കരന്റെ കരസ്പർശമേറ്റ വിവിധ മേഖലകൾ സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു. ഗായകൻ V.T. മുരളി, എഴുത്തുകാരൻ CV. ബാലകൃഷ്ണൻ, സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ, ഗാനരചയിതാക്കളായ ഷിബു ചക്രവർത്തി, റഫീഖ് അഹമ്മദ്, B.K. ഹരിനാരായണൻ, കാവ്യ നിരൂപകരായ KV. സജയ്, വിജു നായരങ്ങാടി, CP. ചിത്രഭാനു, ഡോക്ടർ മഹേഷ് മംഗലാട്ട്, ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി D. പ്രദീപ് കുമാർ തുടങ്ങിയവർ പ്രഭാഷണം നടത്തി. P. ഭാസ്കരന്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള സംഗീത പരിപാടികളും നൃത്തശില്പവും ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിന് ശേഷം P. ഭാസ്കരൻ പുതുക്കിപ്പണിത മലയാളി ഭാവുകത്വം എന്ന വിഷയത്തിൽ കവി വീരാൻകുട്ടി സംസാരിച്ചു. തുടർന്ന് ചെങ്ങന്നൂർ ശ്രീകുമാറും സംഘവും ചേർന്ന് P. ഭാസ്കരന്റെ ഗാനങ്ങൾ പുനരാവിഷ്കാരം നടത്തി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. പ്രദേശത്തെ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും സേവനം നടത്താൻ ഉപകരിക്കുന്ന വിധത്തിലാവണം നായനാർ സ്മാരക മന്ദിരമെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. ചാലക്കുന്നിൽ പുതുതായി ആരംഭിച്ച CPIM ബ്രാഞ്ച് ഓഫീസായ നായനാർ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നായനാർ സ്മാരക മന്ദിരത്തിന് പുറമെ ചന്ദ്രൻ കീഴ്ത്തള്ളി സ്മാരക ഹാൾ, കോരൻ മേസ്ത്രി ഹാൾ, എം സുരേന്ദ്രൻ സ്മാരക ഹാൾ എന്നിവയും നാടിന് സമർപ്പിച്ചു. അതിമനോഹരമായ രണ്ടുവിധ കെട്ടിടം നിങ്ങൾ നാട്ടിലെയും നിങ്ങളുടെയും കാത്തിലും ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നിർമ്മാണമാണ് നടത്തിയത്. നല്ല സൗകര്യത്തോടുകൂടിയുള്ള ആളുകളെ ചന്ദ്രൻ കീഴ്ത്തള്ളിയുള്ള നാമധേയത്തിലുള്ള ആളാണ്. നല്ല സൗകര്യങ്ങൾ എം കെ മുരളി അധ്യക്ഷനായി. എൻ ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒ പി രവീന്ദ്രൻ, സി എച്ച് പ്രദീപൻ എന്നിവർ സംസാരിച്ചു. കെ പി വിദ്യാധരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വട്ടക്കുളം ഗ്രാമിക ചാരിറ്റബിൾ ട്രസ്റ്റ് 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കരാട്ടെ പ്രദർശനം നടന്നു. ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി ടോക്കിയോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യോകുഷിൻകാൻ കരാട്ടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് കരാട്ടെ പ്രദർശനം നടത്തിയത്. റൻഷി ഷിഖാൻ, അബ്ദുൽ ലത്തീഫ് SV നേതൃത്വത്തിലാണ് പ്രദർശനം അരങ്ങേറിയത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായത് ഗൗരവമായി ചർച്ച ചെയ്യണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. 2 തരത്തിലുള്ള സുരക്ഷാ വീഴ്ച കാശ്മീരിലുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. 7 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും സൈന്യം ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്താൻ 1 മണിക്കൂർ എടുത്തു. സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പരാജയപ്പെട്ടുവെന്നും MA ബേബി പറഞ്ഞു. ഏപ്രിൽ 22 പുൽവാമയിൽ ഉണ്ടായ അത്യന്തം ദാരുണവും അത്യന്തം സ്തോഭജനകവുമായ ഒരു കൂട്ടം തീവ്രവാദികളുടെ ഭീകര പ്രവർത്തനവും നിഷ്കളങ്കരായ 26 പേരെ കൊന്നൊടുക്കിയ ക്രൂരകൃത്യവും ഭീകര പ്രവൃത്തിയുമാണ്. അതിനെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ. ഇതിൽ ആ ഭീകരവാദികളുടെ പ്രവർത്തനത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർത്തു, അപലപിച്ചു. ഭീകരവാദം അമർച്ച ചെയ്യാൻ വേണ്ടി ഉചിതമായ നടപടിയെടുക്കാം. ഇന്നിപ്പോൾ ഭരിക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിനെ ആശ്രയിക്കുകയേ മാർഗമുള്ളൂ. ഇവർ വെടിയേറ്റ് 26 പേരെ ഒന്നൊന്നായി അവരെ ചോദ്യം ചെയ്ത് അവരുടെ മതം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ട് കൊല്ലുകയാണ്. സാധാരണ ഇതിൽ ഭീകരാക്രമണം വന്ന് കുറച്ചുപേരെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെടുകയാണ്. ഇത് ആളുകളെ വിളിച്ചുകൂട്ടി നിർത്തി ചോദിച്ച് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്, ഏത് മതത്തിൽപ്പെട്ടവരാണെന്നെല്ലാം ചോദിച്ച് വർഗീയ വിഭജനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഭീകരവാദികൾ സമയമെടുത്ത് ഈ കൊലപാതകം മുഴുവൻ പൂർത്തീകരിക്കുന്നത്. എന്നിട്ട് അവർ രക്ഷപ്പെടുന്നു. അവരൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ രണ്ടാമത്തെ സുരക്ഷാ വീഴ്ചയാണ്. അവിടുത്തെ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാൻ വേണ്ട സുരക്ഷ ഒരുക്കുവാൻ നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും അമിത്ഷായും പരാജയപ്പെട്ടു. സുരക്ഷാ സേനയ്ക്ക് 2 ഘട്ടത്തിൽ പോരായ്മയുണ്ടായി. ഭീകരവാദികൾ കടന്നുവരാൻ സാധ്യതയുള്ള സ്ഥലമായിട്ടും അത് തടയാനുള്ള നീക്കമുണ്ടായില്ല. ഭീകരവാദികൾ സമയമെടുത്ത് ജാതി ചോദിച്ച് കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെട്ടു. 7 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലത്തു നിന്നും സൈന്യം ആക്രമണം നടന്ന സ്ഥലത്തെത്താൻ 1 മണിക്കൂർ എടുത്തു. സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പരാജയപ്പെട്ടു. കാശ്മീരിൽ പൂർണ്ണ സുരക്ഷ എന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിന്റെ ദയനീയമായ തകർച്ചയാണ് ഉണ്ടായത്. ഭീകരവാദത്തിനെതിരായ പോരാട്ടം രാജ്യത്തിനകത്ത് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ സ്പർദ്ധ വളർത്താനുള്ള വർഗീയ നീക്കമാകരുത്. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പകരം പ്രത്യേക സംഘത്തെ വിദേശത്തേക്ക് അയക്കുകയാണ്. ഇതിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും വീഴ്ചയുണ്ടായി. അംഗങ്ങളെ BJP തീരുമാനിക്കുന്ന നിലയിലായിരുന്നു. ഇത് കോൺഗ്രസിൽ വലിയ പ്രശ്നമുണ്ടാക്കിയെന്നും ബേബി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8710, പവന് 69,680 രൂപ, വെള്ളി 108 രൂപ.
അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അപ്രതീക്ഷിത മഴ വിറങ്ങലിച്ച് കണ്ണൂർ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി മതിലിടിഞ്ഞും മരം മുറിഞ്ഞും അപകടം. കുറുവയിൽ ദുരന്തം വഴിമാറിയത് തലനാരിഴക്ക്. മഴ ഇനിയും കനക്കും. പയ്യാവൂരിൽ അരുങ്കൊല. ദമ്പതികൾക്ക് വെട്ടേറ്റു. ഭർത്താവ് മരിച്ചു. ഭാര്യ ഗുരുതരാവസ്ഥയിൽ. നിതീഷിന്റെ ശരീരത്തിൽ നിരവധി മുറിവ്. കൊലക്ക് കാരണം അജ്ഞാതം. വെൽഫെയർ പാർട്ടി സഹോദര്യ കേരള പദയാത്ര സ്വീകരണ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. 27 കണ്ണൂർ യാത്ര സിറ്റിയിൽ സമാപിക്കും. ഗൃഹസന്ദർശനം ഉൾപ്പെടെ വിവിധ പരിപാടികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.